ഹായ് ഫ്രണ്ട്സ്, ഗോ ക്യാമ്പസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെഡിക്കൽ പാത്വേസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോയിൽ ഞങ്ങൾ മെഡിക്കൽ പി ജി ഇൻ ഇന്ത്യ ആൻഡ് മെഡിക്കൽ പി ജി ഇൻ ദ UK പ്ലാബ് അല്ലെങ്കിൽ UK MLA പാത്വേനെ പറ്റിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ആൻഡ് മോർ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പലർക്കും അറിയുമായിരിക്കും, അതായത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് പാത്വേയുടെ പ്രോസസ്സ് ഒരു അല്പം ബുദ്ധിമുട്ടാണ്. സോ അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ഹേമ തന്റെ MBBS-ഉം ഇന്റേൺഷിപ്പും പൂർത്തിയാക്കി. സോ അവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രോസസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ECFMG എപ്പിക് വെരിഫിക്കേഷന് വേണ്ടി അയക്കുക. അടുത്തതായി ഒരു AMC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് AMC പോർട്ട്ഫോളിയോ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനുശേഷം AMC CAT MCQ എക്സാം ടേക്കപ്പ് ചെയ്യാൻ കഴിയും. MCQ പരീക്ഷ പാസ്സായതിനു ശേഷം IELTS, OET അല്ലെങ്കിൽ PTE പരീക്ഷ പാസ്സാകേണ്ടതാണ്. അതിനുശേഷം 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ അവർക്ക് ലിമിറ്റഡ് രജിസ്ട്രേഷൻ ജോലിക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് AMC ക്ലിനിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. AMC ക്ലിനിക്കൽ എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ചില ഹോസ്പിറ്റൽസ് WBA, അതായത് വർക്ക് പ്ലേസ് ബേസ്ഡ് അസസ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. AMC ക്ലിനിക്കൽ പാസ്സായതോ അല്ലെങ്കിൽ WBA പൂർത്തിയാക്കിയതിനു ശേഷം AMC സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതിനുശേഷം പ്രൊവിഷണൽ രജിസ്ട്രേഷൻ വെച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് IMGസിന് വേണ്ടിയിട്ടുള്ള ഓസ്ട്രേലിയൻ മെഡിക്കൽ പാത്വേ, അതായത് സ്റ്റാൻഡേർഡ് പാത്വേന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പാത്വേയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്ത്യയിൽ മെഡിക്കൽ PG പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഉദാഹരണത്തിന് ഡോക്ടർ രാഹുൽ നീറ്റ് PG എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS പൂർത്തിയാക്കിയതിനു ശേഷം നീറ്റ് PG എക്സാമിന് തയ്യാറാകണം. അതിനുശേഷം നീറ്റ് PG കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. കൗൺസിലിംഗ് പ്രോസസ്സിന്റെ സമയത്ത് തനിക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും ചൂസ് ചെയ്യേണ്ടതാണ്. ഹൈ കോമ്പറ്റീഷനും ലിമിറ്റഡ് സീറ്റുകളും കണക്കിലെടുത്ത് നോക്കിയാൽ ഒന്നിലധികം കൗൺസിലിംഗ് റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം MSMD സീറ്റ് കിട്ടുമോ എന്നതും സംശയമാണ്. MD അഥവാ MS സീറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് 3 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. AMC പാത്വേ അഥവാ ഇന്ത്യൻ പാത്വേ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഗോ ക്യാമ്പസുമായി താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.